ഹായ് ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജ്യൂപോഡ് മക്കളെ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങളെ ഓണ പരീക്ഷ എത്തിയാലോ, ഒരുപാട് പരീക്ഷകൾ ഇങ്ങനെ കടന്നു പോയിട്ട് സോഷ്യൽ സയൻസ് തന്നെ വരാൻ വേണ്ടി പോകുന്നു. ഒരു തരി പോലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നമ്മൾ കൂടെ ഉള്ളപ്പോൾ നിങ്ങൾ എന്ത് പേടിക്കാനാണ്. അപ്പോൾ സോഷ്യൽ സയൻസിലെ ആദ്യ ചാപ്റ്റർ ഏർലി ഹ്യൂമൻ ലൈഫ്, ആദ്യകാല മനുഷ്യജീവിതം എന്ന ചാപ്റ്റർ പ്രധാനപ്പെട്ട നിങ്ങൾ നിർബന്ധമായും പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പോയിന്റ് ഔട്ട് എനി ടു റീസൺ ഫോർ ദ ചേഞ്ച് ഓഫ് ഹ്യൂമൻ ഫ്രം ഫുഡ് ഗാദറിംഗ് ടു ഫുഡ് പ്രൊഡക്ഷൻ ഡ്യൂറിംഗ് ദ നിയോളിത്തിക് ഏജ്. നവീന ശിലായുഗത്തിൽ ഭക്ഷ്യശേഖരണത്തിൽ നിന്ന് ഭക്ഷ്യ ഉൽപാദനത്തിലേക്ക് മനുഷ്യൻ മാറിയതിന്റെ കാരണം എന്ത്? മനുഷ്യൻ എന്താ ചെയ്യുന്നത്? ഫുഡ് ഗാദറിംഗ് ആയിരുന്നു അല്ലെ. പോണ വൈക്ക് കാണുന്ന ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ പെറുക്കിയെടുത്ത് അത് കഴിക്കുന്ന പരിപാടിയായിരുന്നു. എന്നാൽ അതിനപ്പുറത്തേക്ക് മനുഷ്യൻ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി, ഫുഡ് പ്രൊഡക്ഷൻ തുടങ്ങി, കൃഷി തുടങ്ങി. എന്താണ് അതിന്റെ കാരണങ്ങൾ? സിമ്പിൾ കാരണം 3 വാക്കിന് ചോദിച്ചാൽ 3 പോയിന്റ് എഴുതി വെച്ചാൽ എന്തൊക്കെയാ? ഭക്ഷ്യശേഖരണം, ഭക്ഷ്യ ഉൽപാദനങ്ങളുടെ മാറ്റം, ഒന്ന് പരിസ്ഥിതി ഉണ്ടായ മാറ്റം, എൻവയോൺമെന്റ് ചേഞ്ച്, ഒരുപാട് വെള്ളപ്പൊക്കങ്ങളും ഒരുപാട് സംവിധാനങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ ഒന്നും കിട്ടാതില്ല. അപ്പോൾ അവർ പുതിയ സംവിധാനം ഉണ്ടാക്കേണ്ട സാഹചര്യം വന്നു. അടുത്തത് ഭക്ഷണത്തിന്റെ ലഭ്യത കുറവ്, വീണ്ടും ഫുഡ് ഷോർട്ടേജ് വരിക, ഫുഡ് സ്കാർസിറ്റി വരിക. കാരണം എല്ലാവരും അടിച്ചു തീർത്തു, വേട്ടയാടി എല്ലാ ഭക്ഷണം കഴിച്ച പിന്നെ പുതിയ ഉണ്ടാക്കുന്ന സമയം കൊടുക്കണ്ടേ. അപ്പോൾ അവർക്ക് തോന്നി ഇനി കൃഷി അല്ലെങ്കിൽ ഭക്ഷ്യ ഉൽപാദനത്തിലേക്ക് പോയില്ലെങ്കിൽ ഇനി ഞങ്ങൾ കഴിക്കാനുള്ള സംവിധാനം കിട്ടില്ല എന്ന് മനസ്സിലാക്കി അവരെന്ത് ചെയ്തു? ഭക്ഷ്യ ഉൽപാദനത്തിൽ പോയി. അങ്ങനെ പോപ്പുലേഷൻ ഗ്രോത്ത്, എന്താണ് ജനസംഖ്യാ വർധന എന്ന് പറഞ്ഞാൽ എന്താ? ആളുകൾ ഇങ്ങനെ കൂടുക. അപ്പൊ നിലവിലെ ഭക്ഷണം അവർക്ക് തികയാത്ത സാഹചര്യം വന്നു. അവരെന്ത് ചെയ്തു? പുതുതായ രീതിയിൽ അവർ ഭക്ഷണങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? പുതുതായി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. In next question, identify the Paleolithic site in Madhya Pradesh. Mention the salient feature of this site. മധ്യപ്രദേശിലെ പാലിയോലിത്തിക് പ്രദേശം തിരിച്ചറിയുക, സൈറ്റിന്റെ പ്രധാന സവിശേഷത പരാമർശിക്കുക. ഓ മൈ ഗോഡ്, ഇതിന്റെ ഉത്തരം നമുക്ക് ഇവിടെ തന്നെ എഴുതാം. ഏതാണ് പാലിയോലിത്തിക്കിലെ മധ്യപ്രദേശിലെ? ബിംബേദ്ക അല്ലെ, ബിംബേദ്കയാണ്. യെസ്, അപ്പൊ എന്താണ്? ബിംബേദ്കയാണ് അല്ലെ, ബിംബേദ്കയാണ് മധ്യപ്രദേശിൽ പറയപ്പെടുന്ന പാലിയോലിത്തിക്സ്. എന്താ അതിന്റെ പ്രത്യേക? റോക്ക് ഷെൽട്ടേഴ്സ് ആണ് അല്ലെ. ഇതാണ് പാറ കൊണ്ട് നിർമ്മിച്ച അല്ലെങ്കിൽ പാറയിൽ തീർത്ത ഗുഹകളൊക്കെ ഉള്ള സ്ഥലമാണ് ബിംബേദ്ക എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട സൈറ്റാണ് ബിംബേദ്കയുടെ ചോദ്യം എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ മധ്യപ്രദേശ് അതുപോലെ തന്നെ പാലിയോലിത്തിക് കേൾക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഏതാണ്? ബിംബേദ്കയാണ്. റോക്ക് ഷെൽട്ടർ ആണ് അല്ലെങ്കിൽ ഗുഹ, എന്താണ് ഈ പറയപ്പെടുന്ന പാറ കൊണ്ടുള്ള ഷെൽട്ടർ. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ചോദ്യം പിടിച്ചോ. വാട്ട് ഇൻഫർമേഷൻ ഡു വി ഗോട്ട് അബൌട്ട് ദ ചാലിയോലിത്തിക് ഏജ് ഫ്രം ദ എവിഡൻസ് ഓഫ് ഡിസ്കവർഡ് ഫ്രം ചാൽക്കോലിത്തിക്? ചാൽക്കോലിത്തിക്കിൽ നിന്നും കണ്ടെത്തിയ തെളിവുകളിൽ നിന്നും ചാൽക്കോലിത്തിക് യുഗത്തെ കുറിച്ച് നമുക്ക് എന്ത് വിവരം? എന്താ ചാൽക്കോലിത്തിക് എന്ന് പറഞ്ഞാൽ? താമ്രശിലായുഗം അല്ലെ. താമ്രശിലായുഗത്തെ വിളിക്കുന്നവരാണ് ചാൽക്കോലിത്തിക്, താമ്രശിലായുഗം. അപ്പൊ എന്താണ് ഈ പറയപ്പെടുന്ന ചാതൽ ഹുയൂക്കിൽ നിന്നും താമ്രശിലായുഗവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ തെളിവുകളാണ് നമുക്ക് ലഭിച്ചത് അല്ലെ? അതിന്റെ എക്സബിഷനൊക്കെ അവിടെ തെളിവുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയ വിവരങ്ങൾ? ഒന്നാമതാ ഏൻഷ്യൻ ഫോം ഓഫ് അർബൻ സെറ്റിൽമെന്റ് എക്സിസ്റ്റ് ഇൻ ദിസ് സൈറ്റ്. അതാ ആദ്യകാലം അല്ലെ, നഗരജീവിതത്തിന്റെ ആദിമ രൂപം അവിടെ നിലനിന്നിരുന്നു. നഗരജീവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന സിറ്റി ലൈഫ് ഉണ്ടല്ലോ, അതിന്റെ ഒരു ചെറിയ, നമ്മൾ ഇന്ന് കാണുന്ന പോലെ നിലനിന്നാൽ അതിന്റെ ഒരു ചെറിയ രൂപം അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ എന്താണ് ആളുകളുടെ, മനുഷ്യന്മാരുടെ ഡിസ്കവേർഡ് ഹിയർ ആസ് എ റൂയിൻസ് ഓഫ് ഡ്വെല്ലിംഗ്. എന്താണ് വാസസ്ഥലങ്ങളുടെയും അവശിഷ്ടങ്ങൾ ഇവിടെ നിന്നും നമുക്ക് കൂടുതൽ ലഭിച്ചു. എന്താണ് ആളുകൾ അവിടെ താമസിച്ചതിന്റെ അവശിഷ്ടങ്ങൾ, എന്തൊക്കെ അവശിഷ്ടങ്ങൾ കിട്ടിയതോ? ദ ഹട്ട്സ് വെർ ബിൽഡ് ഇൻ യൂസിംഗ് മഡ് ബ്രിക്ക്. അതുപോലെ തന്നെ എന്താണ് ചെളിക്കട്ടകൾ കൊണ്ടായിരുന്നു അവർ കുടിലുകൾ നിർമ്മിച്ചത്. ആൻഡ് പിക്ചേഴ്സ് വെർ ഡ്രോൺ ഓൺ വാൾസ് ഓഫ് ദ ഹട്ട്സ്. അതുപോലെ തന്നെയാണ് കുടിലുകളുടെ ഭിത്തിയിൽ ചിത്രങ്ങൾ അവർ വരച്ചിരുന്നു അല്ലെ. അപ്പൊ അതുപോലെ തന്നെ വീറ്റിന്റെയും അതുപോലെ തന്നെ ബാർലിയുടെയും അവശിഷ്ടങ്ങൾ നമുക്ക് അവിടെ നിന്ന് ലഭിച്ചിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ചാതൽ ഹുയൂക്കിൽ നിന്നും ആ കാലഘട്ടത്തിൽ മനുഷ്യവാസം ഉണ്ടായിരുന്നു, താമ്രശിലായുഗത്തിന്റെ അവശിഷ്ടങ്ങളാണ് എന്ന രീതിയിൽ നമുക്ക് കിട്ടിയ കാര്യങ്ങൾ. അപ്പൊ ഈ പറയുമ്പോൾ ചാതൽ ഹുയൂക്ക് അതുപോലെ തന്നെ താമ്രശിലായുഗം എന്നൊക്കെ കേൾക്കുമ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ചോദ്യം ഒരു എന്താണ്? ഫില്ലിംഗ് ദ ബ്ലാങ്ക് ആണ്. ഇത് പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. ചില എക്സാമിന് 5 മാർക്കിന്റെ ചോദ്യമായി ചോദിക്കാറുണ്ട്, ചിലതിന് 3 മാർക്കിന് ചോദിക്കാറുണ്ട്. ഇത് നമുക്ക് 4 മാർക്കിന് ചോദിച്ചൊരു ചോദ്യമാണ്. 4 മാർക്കിന് ചോദിച്ച ഫില്ലിംഗ് ദ ബ്ലാങ്ക് ആണ്. എന്താണ് ശരിക്കും ഇവിടെ പറഞ്ഞ കാര്യം? എന്താ? കംപ്ലീറ്റ് ദ ടേബിൾ ബേസ്ഡ് ഓൺ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പാലിയോലിത്തിക് ഏജ് ആൻഡ് നിയോലിത്തിക്. പാലിയോലിത്തിക് ഏജും നിയോലിത്തിക് ഏജും നമ്മൾ വ്യത്യാസമാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഇതിന്റെ ഏറ്റവും അവസാനത്തിൽ, നിയോലിത്തിക് ഏജിന്റെ ഏറ്റവും അവസാനത്തിൽ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ടേബിൾ നിർബന്ധമായി നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കും. അത് എക്സാമിൽ ഡയറക്റ്റ് ചോദിക്കുന്ന ഒരു ടേബിളാണ് പഠിച്ചു വെക്കുക. അപ്പൊ ഇവിടെ എന്താണ് പാലിയോലിത്തിക് ഏജ് എന്ന് പറഞ്ഞാൽ നവീന ശിലായുഗം അല്ലെ, നവീന ശിലായുഗമാണ്. അതുപോലെ തന്നെ പാലിയോലിത്തിക് എന്ന് പറഞ്ഞാൽ നവീനല്ലല്ലോ, അപ്പൊ പാലിയോലിത്തിക് ഏജ് എന്ന് പറഞ്ഞാൽ പ്രാചീന ശിലായുഗം അല്ലെ, പ്രാചീന ശിലായുഗം. അതുപോലെ തന്നെ നവീന ശിലായുഗം.
ഇത് തമ്മിൽ വ്യത്യാസം ചോദിച്ചാൽ ആ കാലഘട്ടത്തിലെ മാറ്റങ്ങൾ, അതിൽ പോട്ടറിൽ എന്തൊക്കെ മാറ്റം, ടൂൾസിൽ ഒക്യുപ്പേഷൻ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു. അപ്പോൾ ഈ കൃത്യമായി ഈ ടേബിൾ നിങ്ങൾ അങ്ങ് പഠിച്ചു വെക്കുക. എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ടേബിളാണ്. അപ്പോൾ ഇത് പഠിച്ചാൽ ചിലപ്പോൾ 5 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഉപകരണങ്ങളാണെങ്കിൽ അന്ന് പരുക്കൻ ശിലായുധങ്ങൾ ഉപയോഗിച്ച കാലമാണ്. റഫ് സ്റ്റോൺസ് ആണ് ഇത് നമ്മളെ പ്രാചീന ശിലായുധത്തിൽ ഉപയോഗിച്ചത്. കാരണം ആ കല്ല് നമ്മളത് മിനുസപ്പെടുത്തി അതിന് രൂപമാറ്റം വരുത്തി ഒന്നും നമ്മൾ ചെയ്തില്ല അല്ലേ. എന്നാൽ നവീന ശിലായുധത്തിൽ അത് മിനുസപ്പെടുത്തിയ ആയുധങ്ങൾ അല്ലേ, പോളിഷ്ഡ് ടൂൾസ് ഉപയോഗിക്കും. അപ്പോൾ ആഹാര സമ്പാദനം, ഫുഡ് ഗാദറിംഗ് വ്യത്യാസം എന്താ? അന്ന് നമ്മൾ ഫുഡ് ഗാദറിംഗ് ആയിരുന്നു അല്ലേ, ഭക്ഷ്യശേഖരണമായിരുന്നു. നവീന ശിലായുധം നമ്മൾ എന്തായി മാറി? ഭക്ഷ്യോൽപാദനം, ഫുഡ് പ്രൊഡക്ഷനിലേക്ക് നമ്മൾ മാറി. ഇനി മൃഗപരിപാലനം എന്താണ്? ആനിമൽ ഹസ്ബൻഡറി വന്ന മാറ്റം എന്താ? അന്ന് ആനിമൽ ഹസ്ബൻഡറി ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് ആളുകൾ മനുഷ്യനെ പ്രാചീന ശിലായുധത്തിൽ മൃഗങ്ങളെ വളർത്തിയിരുന്ന, മൃഗങ്ങളെ എവിടെ കണ്ടാലും വേട്ടയാടവരെ മെയിൻ പരിപാടി അല്ലേ. എന്നാൽ ഇവിടേക്ക് എത്തി എന്തായി മാറി? വ്യാപകമായി നവീന ശിലായുധം നമ്മൾ എന്ത് മൃഗപരിപാലനം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നടത്തി. പിന്നെ തൊഴിലാണെങ്കിൽ വേട്ടയാടലായിരുന്നു. പിന്നെ നമ്മൾ കൃഷി, മൃഗപരിപാലനമൊക്കെ എവിടേക്ക് എത്തി? നവീന ശിലായുഗത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സ്ഥിരവാസം, സെറ്റിൽ ലൈഫിൽ നോക്കി നിങ്ങൾ, അന്ന് സ്ഥിരവാസം ഉണ്ടായിരുന്നേ ഇല്ല. ഒരു രീതിയിൽ അവർ സെറ്റിൽമെന്റ് ലൈഫിലേക്ക് പോയിരുന്നില്ല. കാരണം അവർ നൊമാഡ്സ് ആയിരുന്നു, നാടോടികളായിരുന്നു അല്ലേ. ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ സ്ഥിരമായി സഞ്ചരിക്കുന്ന ആളുകളായിരുന്നു അവർ അല്ലേ. എന്നാൽ ഈ പറയപ്പെടുന്ന നവീന ശിലായുഗത്തിൽ അവർ എന്ത് ചെയ്തു? സ്ഥിരവാസം ആരംഭിച്ചതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. റെഡി? ആ കാര്യങ്ങൾ നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, അനലൈസ് ദ ടെക്നോളജിക്കൽ പ്രോഗ്രസ് അറ്റൈൻഡ് ഡ്യൂറിംഗ് ദ നിയോളിത്തിക് ഏജ്. നവീന ശിലായുഗത്തിൽ കൈവരിച്ച സാങ്കേതിക പുരോഗതികൾ എന്തെല്ലാം? അപ്പോൾ നവീന ശിലായുഗത്തിന് ചോദിച്ചാണ്. എത്ര മാർക്ക് ചോദിച്ചാൽ അറിയോ? 5 മാർക്കിന് ചോദിച്ച ചോദ്യമാണ് നവീന ശില. അപ്പോൾ നിങ്ങൾ എന്താ പഠിച്ചിരിക്കേണ്ടത്? ഇത് പഠിക്കണമെങ്കിൽ വേറെ പുറത്തും കൊണ്ടുപോകണ്ട. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തന്നെ കൃത്യമായി പറയുന്നുണ്ടോ? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ഈ ഒരു കോളം ഉണ്ടല്ലോ, ഇതങ്ങ് പഠിച്ചു വെക്കുക. എന്തൊക്കെയാണ് നവീന ശിലായുഗത്തിന്റെ സാങ്കേതിക നേട്ടങ്ങൾ? മുനയുള്ള മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ ഉപയോഗിച്ചു അല്ലേ. നോക്ക് നിങ്ങൾ, ഷാർപ്പൺ ആൻഡ് പോളിഷ് സ്റ്റോൺ ടൂൾസ് വർ യൂസ്ഡ്. അതുപോലെ തന്നെ കളിമൺ പാത്രങ്ങൾ നിർമ്മിച്ചു. മഡ് പോട്ട്സ് വെയർ മെയ്ഡ് പോട്ട്സ് ഓഫ് ക്ലേ. ചങ്ങാടങ്ങൾ ഉപയോഗിച്ചു അല്ലെ. റാഫ്റ്റ് വെർ യൂസ്ഡ് ഫോർ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. ചങ്ങാടങ്ങൾ ഉപയോഗിച്ച് എന്ത് ചെയ്തു? നദിയിലൂടെ എന്ത് ചെയ്യുന്നു? പിന്നെ യാത്ര ചെയ്തു. തടി കൊണ്ടുള്ള കലപ്പയും തൂമ്പയും നിർമ്മിച്ചു. എല്ലുകൊണ്ട് നിർമ്മിച്ചു. സൂചി ഉപയോഗിച്ച് ചണനാരുകൾ കൊണ്ട് വസ്ത്രങ്ങൾ നെയ്തു അല്ലേ. അപ്പോൾ ഒരുപാട് മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന കാലഘട്ടമാണ് നവീന ശിലായുഗം. അപ്പോൾ നവീന ശിലായുഗത്തിന്റെ പ്രത്യേകതകൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അപ്പോൾ ഈ 5 ചോദ്യങ്ങൾ നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കണം. ബാക്കി നമ്മളോട് ഡിസ്കസ് ചെയ്യും, ബാക്കി നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സെക്കൻഡ് വൺ, നിങ്ങളുടെ ഏതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആൻഡ് തേർഡ് വൺ, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. ഫോർത്ത് വൺ, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കുക. ഫിഫ്ത്ത് വൺ, കൃത്യമായി നമ്മുടെ ലൈവിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, ഫുൾ മാർക്ക് നമ്മൾ സെറ്റ് ആയി തരും. ഡോണ്ട് വറി. അപ്പോൾ ബാക്കി ലൈവിൽ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.